നമസ്കാരം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ. ചാവക്കാട് 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് കുത്തേറ്റു. ചാവക്കാട് SI ശരത് സോമൻ, CPO അരുൺ എന്നിവർക്കാണ് കുത്തേറ്റത്. വിദ്യാരംഭത്തിന് ഉത്തമ ദിവസാവിശ്വാസവുമായി ഇന്ന് വിജയദശമി. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ആദ്യാക്ഷരം കുറിച്ച് അറിവിന്റെ ലോകത്തേക്ക്. അമിത പലിശയ്ക്ക് പണം കടം നൽകിയ ആൾ വരന്തരപ്പിള്ളിയിൽ അറസ്റ്റിൽ. പലിശ പണം നൽകിയില്ലെങ്കിൽ വീടുകയറി ഭീഷണി. വിശദമായ വാർത്തകൾ നോക്കാം. ചാവക്കാട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കുത്തേറ്റു. ചാവക്കാട് SI ശരത് സോമൻ, CPO അരുൺ എന്നിവർക്കാണ് കുത്തേറ്റത്. ചാവക്കാട് സ്വദേശി നിസാറാണ് കുത്തിപ്പരിക്കേൽപ്പിച്ചത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. SI ശരത്തിന്റെ കൈക്ക് കുത്തേറ്റു. അരുണിനെ ഇരുമ്പുവടി കൊണ്ട് അടിക്കുകയായിരുന്നു പ്രതിയായ നിസാർ. കുടുംബ വഴക്കുമായി ബന്ധപ്പെട്ട് ബന്ധുവിനെ നിസാർ കുത്തി പരിക്കേൽപ്പിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു. പിന്നാലെ പ്രതി പോലീസുകാർക്ക് നേരെ തിരിയുകയായിരുന്നു. അക്രമത്തിനു ശേഷം പ്രതി ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. മാനസിക അസ്വസ്ഥ്യം പ്രകടിപ്പിച്ച നിസാറിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മീഡിയ ടൈം, തൃശൂർ. ഇന്ന് വിജയദശമി. വിദ്യാരംഭത്തിന് ഉത്തമ ദിവസമാണ് വിജയദശമി എന്നാണ് വിശ്വാസം. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് ആദ്യാക്ഷരം കുറിച്ച് അറിവിന്റെ ലോകത്തേക്ക് ഇന്നെത്തുന്നത്. കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക സ്ഥാപനങ്ങളിലും പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിലും അടക്കം വിദ്യാരംഭ ചടങ്ങുകൾ സംഘടിപ്പിച്ചിരുന്നു. വിദ്യാദേവതയായ സരസ്വതിക്ക് മുന്നിൽ അച്ഛനോ അമ്മയോ ഗുരുവോ ഗുരുസ്ഥാനീയരായവരോ ആയവർ കുട്ടിയെ മടിയിലിരുത്തി മണലിലോ അരിയിലോ ഹരിശ്രീ ഗണപതായേ നമ എന്നെഴുതിക്കുന്നു. അതിനുശേഷം സ്വർണമോതിരം കൊണ്ട് നാവിൽ ഹരിശ്രീ എന്നെഴുതുന്നതോടെ വിദ്യാരംഭമായി എന്നാണ് വിശ്വാസം. ഇന്നോടെ ഈ വർഷത്തെ നവരാത്രി ആഘോഷങ്ങൾ പരിസമാപ്തിയിൽ എത്തുകയാണ്. അസുര രാജാവായിരുന്ന മഹിഷാസുരനെ ദുർഗ വധിച്ച ദിവസമാണ് വിജയദശമി. കേരളത്തിൽ നവരാത്രി പൂജയുടെ അവസാന ദിനമാണ് വിജയദശമി ദിവസമായി ആഘോഷിക്കുന്നത്. വടക്കു തെക്കു സംസ്ഥാനങ്ങളിൽ രാവണനുമേൽ ശ്രീരാമൻ നേടിയ വിജയത്തിന്റെ ആഘോഷമായാണ് വിജയദശമി. കിഴക്ക് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അസുര രാജാവായിരുന്ന മഹിഷാസുരനെ കൊന്ന് ദുർഗാദേവി വിജയം കൈവരിച്ച കാലമാണ് വിജയദശമി എന്നാണ് സങ്കല്പം. ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലും രാവിലെ മുതൽ എഴുത്തിനിരുത്തി തുടങ്ങി. ക്ഷേത്രങ്ങളിൽ പുലർച്ചെ മുതൽ അക്ഷരം കുറിക്കാൻ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. നിരവധി സാംസ്കാരിക കേന്ദ്രങ്ങളിലും വായനശാലകളിലും വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. വിജയദശമി നാളിൽ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകി മാള ഹോളി ഗ്രേസ് അക്കാദമി. കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിലാണ് വിദ്യാരംഭ ചടങ്ങുകൾ നടന്നത്. റിട്ടയർഡ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് വിദ്യാരംഭ സന്ദേശം നൽകി. ഞാനാണ് ആ നന്മയെന്നും എന്നിലൂടെയാണ് ഈ തിന്മകൾക്ക് ഒരു പരിഹാരം കാണാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നും ഞാൻ അതിനായി വിളിക്കപ്പെട്ടവനും അയക്കപ്പെട്ടവനും നിയോഗിക്കപ്പെട്ടവനാണ് എന്നുള്ളൊരു തിരിച്ചറിവ്. നമ്മളിപ്പോൾ ദീപം തെളിച്ചു. ദീപത്തിൻ്റെ ഉദ്ദേശം എന്താ? ദീപത്തിൻ്റെ ഉദ്ദേശം അന്ധകാരം നീക്കുക എന്നുള്ളതാണ്. വെളിച്ചത്തിന് മാത്രമേ അന്ധകാരത്തെ നീക്കാൻ കഴിയുള്ളൂ. ചൂടിന് കഴിയില്ല, കാറ്റിന് കഴിയില്ല, ശബ്ദത്തിന് കഴിയില്ല. അന്ധകാരം എന്നുള്ള തിന്മയാണെന്നുണ്ടെങ്കിൽ ആ തിന്മയാകുന്ന അന്ധകാരത്തെ നീക്കാൻ നന്മയാകുന്ന വെളിച്ചത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് ഈ ദിവസത്തിൻ്റെ സന്ദേശത്തിൻ്റെ പൊരുൾ. സ്ഥാപനത്തിന്റെ 25ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി LKG അഡ്മിഷൻ എടുക്കുന്നവർക്ക് 10,000 രൂപയുടെ പ്രത്യേക സ്കോളർഷിപ്പും നൽകി. റിട്ടയർഡ് ജസ്റ്റിസ് കുര്യൻ ജോസഫ്, സിനി ആർട്ടിസ്റ്റ് ജയരാജ് വാര്യർ, റേഡിയോ ജോക്കി RJ ലക്ഷ്ണ, മരുതൂർ മന സതീശൻ നമ്പൂതിരിപ്പാട്, ഡോക്ടർ സാജു തുരുത്തിൽ, റിട്ടയർഡ് ജസ്റ്റിസ് ഡോക്ടർ V വിജയകുമാർ, ഭാഷാ പരിശീലകൻ MV മഹിപാൽ, ഹയർ സെക്കൻഡറി അധ്യാപകൻ ബേബി ജോർജ് എലുവത്തിങ്കൽ, ഫാദർ റോബിൻ ചിറ്റുപറമ്പിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് കുട്ടികളെ എഴുത്തിനിരുത്തിയത്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണത്തിന് സംസ്ഥാന തലത്തിൽ ഏർപ്പെടുത്തിയ അവാർഡിൽ സ്വകാര്യ മേഖലാ ആശുപത്രി വിഭാഗത്തിൽ 3ാം സ്ഥാനം ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിക്ക് ലഭിച്ചു. മന്ത്രി P രാജീവ് അധ്യക്ഷനായ യോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രി ഡയറക്ടർ ഫാദർ ആൻഡ്രു ആലപ്പാടൻ പുരസ്കാരം ഏറ്റുവാങ്ങി. ചടങ്ങിൽ ചാലക്കുടി MP
ബെന്നി ബെഹനാൻ, അങ്കമാലി MLA റോജി M. ജോൺ, കേരള സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ A. ജയതിലക്, സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സൺ ശ്രീകല S., പരിസ്ഥിതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ശ്രീറാം സാംബശിവറാവു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. അമിത പലിശയ്ക്ക് പണം കടം നൽകുകയും ഇരട്ടിയിലേറെ തുക ഈടാക്കിയിട്ടും കൂടുതൽ പണം ആവശ്യപ്പെട്ട് ഗൃഹനാഥനെയും ഭാര്യയെയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തയാൾ അറസ്റ്റിൽ. നന്ദിപുലം സ്വദേശി കരുമാലി വീട്ടിൽ 42 വയസ്സുള്ള ദിലീപിനെയാണ് വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. നന്ദിപുലം വല്ലച്ചിറ വീട്ടിൽ സതീർത്ഥ്യന്റെ പരാതിയിലാണ് അറസ്റ്റ്. സതീർത്ഥ്യന്റെ മകളുടെ വിവാഹത്തിന് ദിലീപ് 40,000 രൂപ കടം നൽകിയിരുന്നു. ഗൂഗിൾ പേ വഴിയും നേരിട്ടും പല തവണകളിലായി പലിശയും മുതലും ഉൾപ്പെടെ 81,700 രൂപ സതീർത്ഥ്യൻ തിരികെ നൽകിയിരുന്നു. എന്നാൽ 100-ന് 5 രൂപ നിരക്കിൽ 60,000 രൂപ പലിശയും 21,700 രൂപ മുതലും മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്നും മുതൽ ഇനത്തിൽ 18,300 രൂപ കൂടി ലഭിക്കാനുണ്ടെന്നും പറഞ്ഞ് ദിലീപ് സതീർത്ഥ്യനെയും ഭാര്യയെയും ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ആരോഗ്യ പരിപാലനത്തിന് നൂതന സംവിധാനങ്ങളുമായി MGS മെഡിക്കൽ സെന്റർ അന്നമനട മേലടൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഷാപ്പമ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് 2 ആരോഗ്യ കേന്ദ്രങ്ങൾ, ഒരു ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഒരു പ്രദേശമായി ഇവിടെ MGS ക്ലിനിക് എന്ന് പറയുന്ന സ്ഥാപനം ആരംഭിച്ചു. അവിടെ പുറകിൽ നിൽക്കുന്ന ജോസേട്ടനും ദേവി ചേച്ചിയെ സംബന്ധിച്ച് നമ്മുടെ നാടിൻ്റെ ഒരു അഭിമാന കുടുംബം കൂടി. തൻ്റെ 6 പെൺമക്കളെയും പഠിപ്പിച്ച് ഡോക്ടറാക്കുക എന്നുള്ളത് ഒരു സാധാരണ എത്ര സാമ്പത്തിക ശേഷി ഉണ്ടായാലും കൂടി അസാധ്യമായൊരു കാര്യം. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ പ്രിയപത്നിക്കും നല്ലൊരു കയ്യടി നമുക്ക് സമ്മാനിക്കും. വാർഡ് മെമ്പർ CK ഷിജു അധ്യക്ഷത വഹിച്ചു. TK സതീശൻ, ടെസി ടൈറ്റസ്, ഡോക്ടർ MJ റൂത്ത്, ഡോക്ടർ MJ എസ്തർ തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒക്ടോബർ 3-ന് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്പെഷ്യാലിറ്റി കെയർ, ഫാർമസി, ലബോറട്ടറി, ഒബ്സർവേഷൻ, ECG എന്നീ സൗകര്യങ്ങളും മെഡിക്കൽ സെന്ററിൽ ലഭ്യമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ചാവക്കാട് 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് കുത്തേറ്റു. ചാവക്കാട് SI ശരത് സോമൻ, CPO അരുൺ എന്നിവർക്കാണ് കുത്തേറ്റത്. വിദ്യാരംഭത്തിന് ഉത്തമ ദിവസവിശ്വാസവുമായി ഇന്ന് വിജയദശമി. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ആദ്യാക്ഷരം കുറിച്ച് അറിവിന്റെ ലോകത്തേക്ക്. അമിത പലിശയ്ക്ക് പണം കടം നൽകിയ ആൾ വരന്തരപ്പള്ളിയിൽ അറസ്റ്റിൽ. പലിശ പണം നൽകിയില്ലെങ്കിൽ വീട് കയറി ഭീഷണി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.